നമസ്കാരം, ഞാൻ മൃണാൾ. ഞാൻ വളരെ കാലമായിട്ട് വന്നിട്ട് ബീഫ് കഴിക്കണം എന്നിരിക്കുന്ന സ്ഥലം ഒരിക്കലും ഇവിടെ പാർക്കിംഗ് കിട്ടൂല. ഇന്നിപ്പോൾ രാത്രി 10 മണിയുടെ അടുത്തുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. 1 ബീഫ്, 2 ബീഫ്, 3 ബീഫ്, 4 പൊറോട്ട, കുറച്ച് ഗ്രേവി. അമ്മാവൻ്റെ മോൻ്റെ കല്യാണത്തിന് കൊച്ചിയിൽ നിന്ന് നാട് വരെ ഡ്രൈവ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഭക്ഷണം മലപ്പുറത്താണ് പ്ലാൻ ചെയ്ത്. കാരണം മലപ്പുറത്ത് കിട്ടുന്നത് പോലെ ഗംഭീര നോൺ വെജ് ഭക്ഷണം കേരളത്തിൽ എവിടെയും കിട്ടൂല എന്നുള്ള എൻ്റെ മുൻധാരണകൾ മനസ്സിലുണ്ടല്ലോ. അങ്ങോട്ടേക്കുള്ള യാത്രയിൽ കിട്ടിയ ഭക്ഷണം അത്ര പോരായിരുന്നു. അത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തു. ഇത് തിരിച്ചുള്ള യാത്രയാണ്. സാധനം കൊള്ളില്ലെന്ന് വെച്ചാൽ കൊള്ളാം, പക്ഷെ ഒരു ഞാൻ പ്രതീക്ഷിച്ച സാധനമായില്ല. സംഭവം എണ്ണയാണ് അതിന് പ്രശ്നം. എന്താ പൊറോട്ട! ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കുന്ന പൊറോട്ടക്കാരുണ്ടെങ്കിൽ സ്വാഗതം. ജോലി റെഡിയാണ്, ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ റെഡിയാണ്. നല്ല പൊറോട്ട, മുളക് പൊടിയുടെ ടേസ്റ്റുള്ള ബീഫാണ്. മുളക് പൊടിയുടെ ടേസ്റ്റിന് മുകളിലേക്ക് നമ്മുടെ ലൈം വീണപ്പോഴേ വേറെ ടേസ്റ്റായി. ഇപ്പം ലൈം പിഴിയാത്ത സ്ഥലത്ത് നമുക്ക് എടുത്ത് കഴിക്കാം. എന്താല്ലേ ലൈം പിഴിയണ്ട, ലൈം പിഴിയാം, ടേസ്റ്റ് പോവാം. അയ്യോ, ഉള്ളി കണ്ട സ്ഥിതിക്ക് ഉള്ളിയും ചേർത്ത് കഴിക്കണ്ടേ. എന്താ ബീഫിൻ്റെ കഷ്ണങ്ങളല്ലേ! ഉള്ളി ഒറ്റ പൊളിയാം. ഈ സാധനത്തിൽ എന്ത് പറ്റി? ഒരു ബലം പിടുത്തുണ്ട്. ചൂരിയാണ്, കുഴപ്പമില്ല. ലണ്ടി കിട്ടുമോ? പക്ഷെ അത് ചായ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. ഇതിൽ ലേശം ലൈമാവാൻ പോകുന്നത്. ഇവിടെ ഇനി ഒരു തരം ബീഫും കൂടെ ഉണ്ട്, ബീഫ് റോസ്റ്റ്. ഞങ്ങൾ 2 പേരിലേ ഉള്ളൂ. എല്ലാം കൂടെ പറഞ്ഞാൽ എത്തൂലല്ലോ, അതുകൊണ്ടാണ്. ആക്ച്വലി തരക്കേടില്ലാത്തൊരു ബീഫാണ്, കുഴപ്പമില്ല. പക്ഷെ ലൈൻ കഴിഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ മലപ്പുറത്തെ ബീഫൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നാലുണ്ടോ നല്ല സാറ്റിസ്ഫൈഡ് ആവില്ല. രാത്രിയും എല്ലാ ടേബിളും ആളുണ്ടേ. അതിലിടാം ഗ്രേവി. ഫ്രീ ഗ്രേവി സൂപ്പറാണ്. ഈ ഫ്രീ ഗ്രേവിയുടെ ഒറ്റ മുഞ്ചിൽ ആണ് ഞാൻ 2ാമത്തെ പൊറോട്ട എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഒരു പൊറോട്ട കഴിച്ചിട്ട് നിർത്തിയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ഞാൻ പറയണ്ടല്ലോ ബീഫിൻ്റെ അവസ്ഥ. എന്നുവെച്ചാൽ മോശം എന്ന് പറയാൻ പറ്റില്ല. ഈ റെസ്റ്റോറൻ്റൊക്കെ ഏതോ കാലത്ത് ആളുകൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. കയറാൻ ഭയങ്കര പാടാണ്. പകല് അമ്മാതിരി ട്രാഫിക്കാം. ഇവിടെ പുറത്ത് തീരെ പറ്റൂല. നല്ല ഗ്രേവി. ഒരു പേര് കേട്ട റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഓണർ പറയും ഒരു
വലിയ വിഭാഗം കസ്റ്റമേഴ്സ് ഇവിടെ വന്നതും ആ കസ്റ്റമേഴ്സ് ഉണ്ടായതൊക്കെ ഇവിടെ ചാറുണ്ടായോണ്ടാവും. ചാറെന്ന് പറഞ്ഞാൽ ഗ്രേവി. അങ്ങനെ പണ്ട് കാലത്ത് ചാറ് വിറ്റ് പണക്കാരായ കുറേ ആൾക്കാരുണ്ട്. ഈ ഗ്രേവിയുടെ കൂടെ കഴിക്കുമ്പോൾ ഈ ബീഫ് ചില്ലി തരക്കേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും മലപ്പുറത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എൻ്റെ ഐഡിയ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ആരെയും കുറ്റം പറയാനും പറ്റൂല. ഗംഭീര പ്രതീക്ഷയായിട്ട് കയറിയതാണ്, അത്ര പോരായിരുന്നു. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ആഘോഷിക്കുക, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുക, അതല്ലേ പ്രധാനം. അല്ലാതെ വിഷമിച്ചിട്ടൊന്നും കാര്യം. നല്ല പൊറോട്ട.